ശബരിമലയുമായി വരുന്ന വിഷയങ്ങൾ പലപ്പോഴും വിവാദങ്ങളാകാറുണ്ട്. ആ വിവാദങ്ങളിലൊക്കെ ചെന്നുപെടുകയും ആ വിവാദങ്ങൾ പലപ്പോഴും വലിയ ചർച്ചകളാവുകയും ചെയ്യാറുണ്ട്. അത് നമ്മൾ കാണുന്ന കാഴ്ചയാണ്, അറിയാമല്ലോ. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തയാണ് അടിമുടി പറ്റിപ്പ് നടത്തുന്ന സ്വർണ്ണപ്പാളി വിഷയം. സ്വർണം ചെമ്പാവുന്നു, സ്വർണമായിരുന്നവ സ്വർണത്തിൻ്റെ തൂക്കം തന്നെ കാണാത്ത അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം 3-4 കിലോയൊക്കെ അതിൽ നിന്ന് അടിച്ചു മാറ്റി കഴിഞ്ഞു. പാളിയേ ഇല്ലാതായിട്ട അവസ്ഥയായി. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഭീകരമായൊരു സ്ഥിതിവിശേഷം ശബരിമല പോലൊരു സ്ഥലത്തുണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ എത്രത്തോളം അമ്മന്മാരാണ്. എന്തുകൊണ്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റി എന്ന് പറയപ്പെടുന്ന ഒരു ഇടനിലക്കാരൻ, ഒരു സ്പോൺസർ എന്ന് പറയപ്പെടുന്ന വ്യക്തി, അയാളാണ് ഈ സ്വർണ്ണം പൂശൽ നവീകരണമാകട്ടെ ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി. അയാൾക്കെതിരെയുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ അടക്കം കയ്യിൽ വരുമ്പോഴും മൗനം പാലിക്കുന്ന സർക്കാർ. എന്തുകൊണ്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്കെതിരെ ഒരു തരത്തിലുള്ള നടപടികളും സ്വീകരിക്കാത്തത്? താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കാൻ തക്കവണ്ണം കരുത്തനാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നുണ്ടോ? അല്ല, നടപടിയിലേക്ക് പോകാൻ ഇനിയിപ്പോൾ അതിൻ്റെ സമയമെടുക്കും. അതിൻ്റെ അല്ല, പോലീസൊക്കെ മൗനം പാലിച്ച് നിൽക്കുകയാണെന്നേ. അന്വേഷണം മിണ്ടുന്നില്ല. അന്വേഷണമൊക്കെ എവിടെ ഞാനിന്ന് വേറൊരു ഇതിൽ പറയുന്ന പോലെ ഇതിൻ്റെ സത്യം തെളിഞ്ഞു വരേണ്ട അവസ്ഥയാണ്. അതൊന്നും വരുന്നില്ല. അല്ല, ഇത് വലിയൊരു സംഭവമായി മാറിയിരിക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ നോക്കണം, ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ അല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്ത് സമീപം കിളിമാനൂരുകാരനാണ്. പിന്നെ കീഴ്ശാന്തിക്കാരനായിട്ടാണ് അദ്ദേഹം ശബരിമലയിൽ എത്തുന്നത്. മേൽശാന്തിയുണ്ട്, മേൽശാന്തിക്ക് ഒരുപാട് കീഴ്ശാന്തിമാരുണ്ട്. കീഴ്ശാന്തിയോ പരികർമ്മിയോ മറ്റോ ആയിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പം ഇദ്ദേഹത്തിന് തിടപ്പള്ളിയുടെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. തിടപ്പള്ളി എന്ന് പറഞ്ഞാൽ ഭഗവാന് വേണ്ട നേദ്യമൊക്കെ ഒരുക്കുന്ന ഇടമാണ്. അപ്പോൾ അങ്ങനെ നേദ്യം ഒരുക്കുക, ശ്രീകോവിൽ വരെ കയറാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷെ പൂജാകാര്യങ്ങളിൽ ഇടപെടാൻ പറ്റില്ല. അപ്പോൾ ഈ ശബരിമലയിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ അവിടെ ആകാശവാണിക്ക് വേണ്ടി ശബരിമല മണ്ഡല മകരവിളക്ക് സമയത്ത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ട്. 10 ദിവസമൊക്കെ മീഡിയ റൂമൊക്കെ തന്നെയുണ്ട്. അപ്പം നമ്മൾ വലിയ തിരക്കൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ അടുക്കൽ ഏതെങ്കിലുമൊക്കെ പരിചയക്കാർ വന്ന് പെട്ടാൽ നമ്മൾ ഈ മാധ്യമക്കാരല്ലേ, നമുക്ക് പ്രത്യേക കയറിപ്പോകാൻ വഴിയുണ്ട്. അവിടെ നിന്ന് ചെന്ന് ദർശനം നടത്താനുള്ള സൗകര്യമുണ്ട്. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാം. നമ്മൾ ചിലപ്പോൾ വളരെ വേണ്ടപ്പെട്ടവരെ അവിടെ കൊണ്ടുപോയി ഒന്ന് ദർശനം നടത്തിയേക്കും. അവർക്ക് വലിയ സന്തോഷമാണ്. കാരണം ഈ മണിക്കൂറുകളുള്ള ക്യൂവിൽ നിന്ന് ഒഴിവായി അയ്യപ്പനെ ഇത്രയും നേരം ഒന്ന് ദർശിക്കാൻ കഴിഞ്ഞല്ലോ എന്ന്. അപ്പം അത് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതിനകത്ത് നമ്മളൊന്നും പറ്റിയിട്ടൊന്നുമല്ല. നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും വഴിയിൽ നിന്ന് ആരെങ്കിലും പറയും, ഓ സന്നിധാനത്ത് ഇന്നാളുണ്ട്, ഒന്ന് കണ്ടാൽ. അപ്പോൾ പ്രായമുള്ളവരൊക്കെയാണെങ്കിൽ നമ്മളൊന്ന് സഹായിക്കും. അതുപോലെ ഈ പരികർമ്മിയായിട്ട് നിന്നിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വരുന്ന വരുന്ന കേരളത്തിന് പുറത്തു നിന്ന് വരുന്ന ഭക്തരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്ന് റൂമൊന്നും അന്വേഷിക്കുകയല്ല. അവിടെ ശബരിമലയുടെ മുറ്റത്ത് വിരിവെച്ചങ്ങ് കിടക്കുകയാണ്. ആ വന്നിരിക്കുന്നവരൊന്നും പാവപ്പെട്ടവരൊന്നും അല്ല, അവരെല്ലാം കോടീശ്വരന്മാരാണ്. ഇവരൊക്കെ ആയിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ബന്ധം സ്ഥാപിച്ചു. ഒരു പരികർമ്മി വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളെ അങ്ങോട്ട് കൊണ്ടുപോയി ഒന്ന് സുഖമായിട്ട് ദർശനം നടത്താൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും ഒരു ഭക്തന്റെ ഏറ്റവും വലിയ ആവശ്യം ശ്രീകോവിലിൻ്റെ അടുക്ക വരെ എത്തി നിന്നുകൊണ്ട് അയ്യപ്പനെ ഒന്ന് തൊഴുക എന്നുള്ളത്. അത് മതിയാവോളം അത് കിട്ടുമ്പം വലിയ സന്തോഷമായിരിക്കും. കേരളത്തിന് പുറത്തു നിന്ന് വന്ന ആ ബിസിനസ്സുകാരനായ ഭക്തൻ എന്ത് ചെയ്യും? ഈ പരികർമ്മിയുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നമ്പർ വാങ്ങിക്കും. അദ്ദേഹം ആ ഭക്തൻ വാങ്ങിച്ചില്ലെങ്കിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻകൈ എടുക്കും. ഉണ്ണികൃഷ്ണന്റെ ലക്ഷ്യം അതായിരുന്നു എന്നുള്ളത്. നമ്പർ വാങ്ങിക്കും. അദ്ദേഹം വലിയ ബിസിനസ്സുകാരനാണെന്നറിയും. ഉടനെ ഇങ്ങനെ പലരുടെയും നമ്പറുകളും ഒക്കെ ശേഖരിച്ച് ഇവരുമായിട്ട് അപ്പോൾ വരുന്നതിന് മുമ്പ് ഇങ്ങോട്ടൊന്ന് അറിയിക്കും, വരുന്നുണ്ട്. അപ്പം എന്നിട്ട് എന്ത് ചെയ്യും? ദർശനവും നടത്തി, എല്ലാ വഴിപാടും നടത്തി, അപ്പോൾ അരവണയും വരെ വാങ്ങിച്ച് നെയ്യഭിഷേകം കൊണ്ട്, കാരണം നെയ്യഭിഷേകത്തിന് പുള്ളി വല്ലാത്ത എമൗണ്ട് വാങ്ങിക്കുന്നുണ്ട്. നെയ്യഭിഷേകവും നടത്തി, അഭിഷേകം നടത്തിയ ആടിയ ശിഷ്ടം നെയ്യും കൂടി അങ്ങോട്ട്
കൊടുക്കും. ആ ഭക്തന് വലിയ സന്തോഷമല്ലേ. തീർച്ചയായിട്ടും. അവര് പിന്നീട് അവിടുന്ന് വരുന്നത് കുടുംബസമേതമായിട്ടൊക്കെ വരുമ്പോഴും ഇതേ ദർശന സൗകര്യം ലഭിക്കും. അപ്പോൾ ഉണ്ണികൃഷ്ണൻ ഇത് മാക്സിമം ഉപയോഗിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ശബരിമലയുടെ മറവിൽ അദ്ദേഹം ഈ വലിയ ബിസിനസ്സുകാരെ കൊണ്ട് പല കാര്യങ്ങൾ സ്പോൺസർ ചെയ്യിക്കുന്നതിലേക്ക് പോയി എന്നുള്ളതാണ്. ഈ ദർശന മാഫിയ പലയിടങ്ങളിലുമുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുമ്പുണ്ടായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീപത്മനാഭൻ ശതകോടീശ്വരനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഭക്തരുടെ ഒഴുക്കാണ്. അതെ. അപ്പോൾ ഇവിടെ വരുന്ന ഇവരും എന്ത് ചെയ്തു? ഇതുപോലെ പലരുടെയും നമ്പറുകളും ഒക്കെ വാങ്ങിച്ച്. പിന്നെ ഗുരുവായൂരും ഉണ്ട് ഇത്തരത്തിലുള്ള ദർശന മാഫിയകളൊക്കെ ഉണ്ട്. ഗുരുവായൂർ ഏതെങ്കിലും അവിടെ ജോലിയുള്ള, അതായത് എനിക്കതിൽ പറയാൻ തോന്നുന്നതാണ്, ഈ പണക്കാരായിട്ടുള്ള ദൈവങ്ങളുടെ അടുത്ത് അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം പണക്കാരായിട്ടുള്ള ദൈവം, കാരണം കൂടുതൽ ആൾക്കാർ എത്തപ്പെടുന്ന ചില അമ്പലങ്ങളുണ്ട്. ഇപ്പോൾ ശബരിമലയാകട്ടെ, ഗുരുവായൂരാകട്ടെ, പളനി ആകട്ടെ, തിരുപ്പതി ആകട്ടെ, ഇതുപോലുള്ള ഇടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള മാഫിയകൾ വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ ഈ ദർശന സൗകര്യം ഒരുക്കി കൊടുത്ത് ഭക്തിയെ റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും വിൽക്കുന്ന തരത്തിലുള്ള പോറ്റിമാരടക്കമുള്ളവർ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർ അടക്കമുള്ളവർ ഇതുപോലത്തെ അമ്പലങ്ങളിൽ നിത്യ കാഴ്ചയാണ്, അതുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനെ ഈ താങ്കൾ പറഞ്ഞ പോലെ കോടീശ്വരന്മാരായിരിക്കാം, അവരെ വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ തൻ്റെ വലയിലേക്ക് വീഴ്ത്താൻ കെൽപ്പുള്ള കരുത്തുള്ള ഉണ്ണികൃഷ്ണന്മാർ ഈ പറയുന്ന എല്ലാ അമ്പലങ്ങളുടെ മുറ്റങ്ങളിലും ഉണ്ട് എന്നുള്ള കാര്യത്തിന് സംശയമില്ല. അതിൽ ഒരാളാണ്, പ്രധാനിയാണ് ശബരിമലയിലെ ഉണ്ണികൃഷ്ണൻ പറ്റി. ഇനി താങ്കൾക്ക് തുടരാം. അല്ല, ഞാൻ പറഞ്ഞത് ഒരിടത്ത് ഒരു ചെറിയ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാലും ബന്ധങ്ങൾ, കാരണം ഞാൻ ചോദിച്ചോട്ടെ, ഈ പരികർമ്മി ആർട്ട് വന്ന അദ്ദേഹം ഈ ബിസിനസ്സുകാർക്കെല്ലാം ദർശന സൗകര്യം കൊടുക്കുന്നില്ല. അല്ല, അവിടുത്തെ ഒരു കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒന്ന് ഇടപെടുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് പോകുന്നു, പെട്ടെന്നൊരു പോറ്റി നമ്മളെ സമീപിക്കുന്നു. പോറ്റിയാണ്, പൂജാരിയാണ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ അടങ്ങുന്ന ഭക്തൻ ഒരു ഗ്യാപ്പിട്ട് തൊഴുത് കുമ്പിട്ട് നിൽക്കുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവിടെ കോടീശ്വരനും ഇല്ല, ഈ പറഞ്ഞ പിച്ചക്കാരനുമില്ല. അവർക്ക് ലഭിക്കേണ്ട പരിഗണനയാണ് ഈ പോറ്റി കൊടുക്കുന്നതെന്ന് അറിയുമ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞ ഭക്തിയെ വിൽക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ വിൽക്കാൻ തയ്യാറായിട്ട് വരുന്ന ഈ ഉണ്ണികൃഷ്ണൻ വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന കോടീശ്വരനാണെങ്കിലും പണക്കാരനാണെങ്കിലും ആരെയാണെങ്കിലും വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് ആ സ്ഥലത്തേക്ക് കൊണ്ടെത്തിച്ച് ഈ പറയുന്ന ദർശന സൗകര്യം ഒരുക്കി കൊടുത്ത് ബാക്കി എന്താണോ പിടുങ്ങിയെടുക്കേണ്ടത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ എന്താണെന്ന് അറിയാമോ? ഈ ബിസിനസ്സുകാരെ കൊണ്ട് ശബരിമലയിൽ പല കാര്യങ്ങളും സ്പോൺസർ ചെയ്യിപ്പിക്കും. അവർ ഇങ്ങനെ സന്നദ്ധരായിട്ട് വരുന്നു. ഇപ്പോൾ വിജയമല്യ വന്ന് ശ്രീകോവിൽ സ്വർണം പൊതിയാം എന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടു. ഇതുപോലെ അത് വലിയ സംഭവം. ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, അതൊക്കെ അങ്ങോട്ട്. അപ്പൊ ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥന്മാരെയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കമ്പനി അടിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവരുമായിട്ട് ചേർന്ന് ഈ ബിസിനസ്സുകാർക്ക് വേണ്ട തരത്തിലുള്ള എല്ലാ സൗകര്യവും ശബരിമലയിൽ നൽകുന്നു. അതിന് ഈ ബിസിനസ്സുകാർ, ഈ ദേവസ്വം ഉദ്യോഗസ്ഥന്മാർക്ക്, ഇത് ഞാൻ പിന്നെ അറിഞ്ഞ കാര്യമാണ്, ഉള്ളിൽ നിന്ന് തന്നെ വിദേശങ്ങളിലേക്ക് വരെ പിന്നെ യാത്രാ സൗകര്യം വരെ ഒരുക്കി കൊടുക്കാറുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റുമൊക്കെ വലിയ ശബരിമലയിലെ പോറ്റിയാണെന്നും പറഞ്ഞ് ഇവരുടെയൊക്കെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ ചെന്ന് പൂജ നടത്തി അതിലൂടെയും ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട്. അപ്പൊ ഈ സ്വർണ്ണപ്പാളികളും ഒക്കെ ആയിട്ട് നേരെ ഓരോരുത്തരുടെ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ പൂജ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്നൊരു കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ യോഗദണ്ഡ്. അതിൽ പോലും അയ്യപ്പൻ ഇട്ടിരിക്കുന്ന രുദ്രാക്ഷമുണ്ട്, അതുവരെ മറ്റ് ചില കാര്യങ്ങൾക്കായിട്ട്, അതായത് പിന്നെ അതിൻ്റെ ഒന്ന് മിനുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയെന്ന്. ഇതൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അവിടെ വെച്ച് തന്നെ, ക്ഷേത്ര പരിസരത്ത് വെച്ച് തന്നെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. തന്ത്രിയുടെ, ഭഗവാന്റെ അനുജ്ഞ വാങ്ങി തന്ത്രിയുടെ അനുമതിയോടുകൂടി ക്ഷേത്ര തിരുമുറ്റത്ത് വെച്ച് തന്നെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. പിന്നെ ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞതും 18-ാം പടി സ്വർണം പൊതിയുക, ഇതെല്ലാം ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട്. ശബരിമലയുടെ കൊടിമരം 10 വർഷത്തിന് മുമ്പ് മാറ്റിയതാണ്. കൊടിമരം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന്റെ നട്ടല്ല. അതിങ്ങനെ നേരെ ലംബമായിട്ട് കിടത്താൻ, അല്ലാതെ കിടത്താൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ലംബമായിട്ട്. അപ്പോൾ ഇതിന് മുകളിൽ ഒരു കുതിരയുണ്ട്. കാരണം അയ്യപ്പൻ വാജി വാഹനനാണ്. വാജി എന്ന് പറഞ്ഞാൽ കുതിര. പലരും വിചാരിച്ചിരിക്കുന്ന അയ്യപ്പന്റെ വാഹനം പുലിയാണെന്ന്. അല്ല, പുലിപ്പാലിന് വേണ്ടി അദ്ദേഹം പോയെന്നേ ഉള്ളൂ. അതുകൊണ്ട് പലരും അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, വാജി വാഹനാണ്. അത് ഹരിവരാസനത്തിനകത്ത പറയുന്നുണ്ട്, വാജി വാഹൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് അന്ന് ആ കൊടിമരം മാറ്റി പുതിയ കൊടിമരം കൊണ്ടുവന്ന് സ്ഥാപിച്ചു.
അപ്പോൾ പഴയ അതെല്ലാം മാറ്റി പുതിയതാണ്. അതിലുണ്ടായിരുന്ന ആ കുതിര, സ്വർണത്തിലുണ്ടായിരുന്ന ആ കുതിര കാണാനില്ല എന്നും ഒരു വാർത്ത വന്നിട്ടുണ്ട്. 8 കിലോ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഒന്നും അങ്ങനെ രാജിവെക്കൂ. ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ത് ചെയ്തു? ഇത് മുൻകാലങ്ങളിലായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ വേണ്ടത് ശബരിമലയിലെ പഴയ മേൽശാന്തിമാരുൾപ്പെടെയുള്ളവരെ പല കാര്യങ്ങളിലും ചോദ്യം ചെയ്യണം, സമീപിക്കണം. അപ്പൊ ഈ പരികർമ്മിക്ക് മേൽശാന്തിമാരുമായിട്ടൊക്കെയുള്ള ബന്ധമുണ്ട്. ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഓരോരോ കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. പണ്ടറിയാമോ, ശബരിമലയിൽ ഏറ്റവും വലിയ വിവാദം ഉണ്ടായത് ഇപ്പം മേൽശാന്തി എന്ന് പറയുന്ന പുറപ്പെടാശാന്തിയാണ്. നിയമിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ കഴിയണം. പണ്ട് ചെയ്തിരുന്നെന്ന് പറഞ്ഞാൽ നടയടച്ചു തിരികെ പോരും. അങ്ങനെ ഒരിക്കൽ മാസപൂജയും കഴിഞ്ഞ് തിരികെ പോകുന്ന അവസരത്തിൽ മേൽശാന്തി നിലയ്ക്കൽ കയറി നിലയ്ക്കൽ പള്ളിയിൽ വൈദികന് അയ്യപ്പൻ്റെ മൂലമന്ത്രം പറഞ്ഞു കൊടുത്തു, ചെവിയിൽ ഓതി കൊടുത്തു. അത് വലിയ വിവാദമായി. 95-96 വൻ വിവാദമായി. ഇന്നത്തെ പോലെ ഈ ശബരിമല വാർത്ത വന്നുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ അന്ന് പത്രങ്ങളിൽ ഇത് വന്നുകൊണ്ടിരിക്കുക വലിയ തലക്കെട്ടോടുകൂടി. അതിനുശേഷം പിന്നീട് മേൽശാന്തി നിയമിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ അടുത്ത പുറപ്പെടാശാന്തിയായിട്ട് പുറപ്പെടാശാന്തിയും പിന്നെ രണ്ടിടത്തെയും ശബരിമലയിലെയും മാളികപ്പുറത്തെയും ഇവർക്ക് ചില പരികർമ്മികളും ഒക്കെയുണ്ട്. അപ്പോൾ അങ്ങനെ പുറപ്പെടാശാന്തിയായിട്ട് ഏതെങ്കിലും മേൽശാന്തിമാരുടെ കൂടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പരികർമ്മിയായിട്ട് നിന്നിട്ടുണ്ടോ എന്നും അന്വേഷിക്കണം. 1 വർഷം നിൽക്കുകയാണ്. ഈ പരികർമ്മിക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് പോകാം. പക്ഷെ മേൽശാന്തിക്ക് 18-ാം പടിക്ക് താഴോട്ട് വരാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ. പക്ഷെ അവർ ഇറങ്ങി ഇങ്ങോട്ടൊക്കെ കുറേയൊക്കെ നടക്കും. പിന്നെ വൈകുന്നേരമായാൽ പിന്നെ നടക്കുന്നതൊക്കെ വളരെ സൂക്ഷിച്ച് വേണം. കാരണം വന്യമൃഗങ്ങളുടെ ഇടവല്ലേ. ഇപ്പോൾ പിന്നെ പണിക്കാരും ഒക്കെ ഉള്ളത് കൊണ്ട് എന്നും ശബരിമലയുടെ പണിയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ഈ പരികർമ്മിയായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നിന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ആ സമയത്തെന്ന് പറഞ്ഞാൽ ശബരിമലയിൽ ആരുമില്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിക്കുന്നുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഒരാളെ 2 പേരൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ ഈ 1 വർഷം ആരും ഇല്ലാതിരിക്കുന്ന ആ ഒരു സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വളരെ ശക്തമായിട്ട് തന്നെ പിടികൂടണമെന്നുള്ള, പിന്നെ പഴയ ദേവസ്വം ഉദ്യോഗസ്ഥരെയും പറ്റിയും ഈ കാര്യത്തിൽ ചോദ്യം ചെയ്യണം. അല്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കാരണം എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടിടത്തോളം ഈ 2019 ജൂലൈയിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്, നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് എൻ്റെ ഒരു സംശയം അവിടെ ഉണ്ട്. ആ സംശയം എന്ന് പറയുന്നത് സ്വർണം പൂശിയ പാളികളാണ്. ആ പാളികളിൽ നവീകരണം നടത്താൻ അതിനെ ഇളക്കി മാറ്റി കൊണ്ടുപോകേണ്ട ആവശ്യകത ഉണ്ടോ എന്നുള്ളത് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ എന്തും അവിടെ വെച്ച് നമുക്ക് നവീകരിക്കാൻ കഴിയുന്നതാണെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഈ സ്വർണ്ണം എന്ന് പറയപ്പെടുന്നത് എന്തായാലും പെട്ടെന്ന് ചെമ്പാവുന്ന ഒരു വസ്തു അല്ലല്ലോ. അതുകൊണ്ട് സ്വർണം പൂശിയാണെങ്കിൽ അതിനെ നവീകരിച്ചെടുക്കാൻ കഴിയുന്നതുമാണ്. പക്ഷെ അത് സംഭവിച്ചില്ല എന്നിരിക്കുമ്പോൾ 2019 അല്ലെങ്കിൽ 2020 കാലഘട്ടത്തിൽ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് 2020 കാലഘട്ടത്തിൽ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ ഈ പാളികളെ ഊരി മാറ്റി കൊടുക്കുന്നു എന്നാണ് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി. അന്ന് കൊടുത്തതിന് ശേഷം 2025 വരുമ്പോൾ ഇവിടെയാണ് പ്രശ്നം. 2019 കൊണ്ടുപോയതിന് ശേഷം അത് സ്വർണ്ണപ്പാളി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിക്ക് തോന്നുന്നു അന്ന് അത് കൊണ്ടുപോകുമ്പോൾ തന്നെ 42.3 കിലോഗ്രാം അടക്കമുണ്ടത്. പക്ഷെ അത് പിന്നെ തിരിച്ചു വരുമ്പോൾ അതിന് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അതിനകത്തുള്ളത് 38.258 കിലോഗ്രാമായിട്ട് കുറയുന്നു. ഏകദേശം 4.541 കിലോഗ്രാമിൻ്റെ കുറവ് കൂടി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ തന്നെ മോഷണം അവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വസ്തുവിൽ അല്ലെങ്കിൽ കൊണ്ടുപോയ പാളിയല്ല പിന്നെ തിരികെ കൊണ്ടുവന്നതെന്ന് പറയപ്പെടുന്നു. സ്വർണ്ണപ്പാളി കൊണ്ടുപോയിട്ട് പിന്നെ ചെമ്പുപാളി ആയത് എങ്ങനെയാണ്? സ്വർണ്ണപ്പാളി എന്ന് പറയപ്പെടുന്നവർ തന്നെ 2024 പറയുന്നവർ തന്നെ ഇപ്പോൾ ചെമ്പുപാളി എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ ഇത് കണ്ടെത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. ഈ 2019 അല്ലെങ്കിൽ 2020 നവീകരിച്ചത് 2025 വീണ്ടും നവീകരിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? വീണ്ടും 2025 നവീകരിക്കുവാനായിട്ട് ഇതെടുക്കുമ്പോഴാണ് അന്ന് എനിക്ക് തോന്നുന്നു ശബരിമലയുടെ ഈ ഹൈക്കോടതിയുടെ ഒരു പ്രതിനിധിയായിട്ടുള്ള സ്പെഷ്യൽ കമ്മീഷണർ, എനിക്ക് തോന്നുന്നു ഒരു മിസ്റ്റർ R. ജയകൃഷ്ണൻ, പുള്ളി കയറി ഇടങ്കോലിടുന്നു. ഞാൻ അറിയാതെയാണ് ഇതെല്ലാം നടത്തപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു സത്യവാങ്മൂലം ഇവിടെ കൊടുക്കുന്നു, ഹൈക്കോടതിയിൽ കൊടുക്കുന്നു. അതോടുകൂടിയാണ് ഈ അദ്ദേഹത്തിന്റെ ഉണർന്ന പ്രവർത്തനമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഇപ്പൊ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ അറിയില്ലായിരുന്നു. കൊടിമരം തന്നെ പിന്നെ തടി
അച്ചൻകോവിൽ വനത്തിൽ നിന്നാണ്. ആ തടി മുറിച്ച് തറയിൽ തൊടാതെയാണ് അത് തൈലാദിവാസമൊക്കെ കഴിഞ്ഞ് എത്രയോ ദിവസം കഴിഞ്ഞ് സന്നിധാനത്തെത്തുന്നത്. അവിടെ കൊണ്ടുവന്നിട്ടാണല്ലോ അതിൽ ഈ ഇതൊക്കെ രൂപപ്പെടുത്തുന്നത്, ഓരോ പറയായിട്ട് വെക്കുന്നത്. അല്ലാതെ അവിടുന്ന് കൊണ്ടുപോയിട്ടില്ലല്ലോ. ഇതെല്ലാം സന്നിധാനത്ത് തിരുമുറ്റത്ത് വെച്ച് തന്നെ നട അടച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള പണികൾ ചെയ്യുക. ഭഗവാന്റെ അനുജ്ഞ വാങ്ങി തന്ത്രിയുടെ അനുമതിയും വാങ്ങിയിട്ട് വേണം. ഭഗവാന്റെ അനുജ്ഞയാണ് ഏറ്റവും പ്രധാനം. അതും വാങ്ങിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അല്ലാതെ ഈ സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ട് പോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് യാതൊരു അവകാശവുമില്ല. അതിന് കൂട്ടുനിൽക്കുന്ന ദേവസ്വം ബോർഡിനെയാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. മുൻകാലങ്ങളിലെ അവിടെയാണ് നമുക്ക് ഇതിനുള്ള വിയോജിപ്പുള്ളത്. അല്ല, മുൻകാലങ്ങളിലെ ദേവസ്വം ഉദ്യോഗസ്ഥരെ, അന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന, ശബരിമലയ്ക്ക് പ്രത്യേക എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട്, പത്തനംതിട്ടയിലാണ് അതിന്റെ ഓഫീസ്. അപ്പോൾ ആ മുൻകാലങ്ങളിലെ എക്സിക്യൂട്ടീവ് ഓഫീസറെ ചോദ്യം ചെയ്യുകയാണ് വേണ്ടത്. ഇനിയും അപ്പം ഇതിനകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ ചുരുളഴിയാനുണ്ട്. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.